إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് പരമകാരുണ്യകനായ പടച്ച റബ്ബിൻ്റെ കാരുണ്യം ഇഹത്തിലും പരത്തിലും നേടിയെടുക്കുന്ന വിധത്തിൽ ഈമാനിക ജീവിതം നയിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ജീവിതം നശ്വരമാണ്, നൈമിഷികമാണ്. ഏത് സമയത്തും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് യാത്ര തിരിക്കാനുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന, വിട ചോദിക്കുന്ന ആത്മാവിനെ അതിൻ്റെ സംസ്കരണം ഉറപ്പുവരുത്തിക്കൊണ്ട് ചാരിതാർത്ഥ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ യാത്രയാക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഐഹിക ജീവിതത്തിലെ നിർണയിക്കപ്പെട്ട ആയുസ്സിനെയും അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ വലിയ ദുഃഖം, സങ്കടം, സന്താപം നമുക്കുണ്ടാകും. അതിൽ തന്നെ നമ്മുടെ മക്കൾ നമ്മൾ ജീവിച്ചിരിക്കെ മരിച്ചു പിരിയുമ്പോൾ ആ വേദനയുടെ വലുപ്പം വിശദീകരിക്കേണ്ടതില്ല. മക്കൾ, മരണപ്പെട്ട മാതാപിതാക്കൾ എത്ര വർഷം പിന്നിട്ട് കഴിഞ്ഞാലും ആ സങ്കടം പല അനുഭവങ്ങളായി ബോധിപ്പിക്കാറുമുണ്ട്. ആ മക്കളുടെ കൊഞ്ചിക്കുഴയിലും ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള അവരുടെ നിമിഷങ്ങളൊക്കെ മനസ്സിൽ മായാതെ കിടക്കും. അപ്പം മരണം, വേർപാടിൽ മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾ ആ വേദനയുടെ വലുപ്പം അതിനനുസരിച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങളും സാധ്യതകളും അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് ശേഷിക്കുന്ന മാതാപിതാക്കളുടെ ജീവിതത്തെ സമാധാനത്തോടെ
നിരാശയില്ലാത്ത വിധത്തിൽ മാനസികമായി കൊണ്ടുള്ള വലിയ പിരിമുറുക്കങ്ങളിലേക്ക് ചെന്നുപെടാതെ സംരക്ഷിച്ചു നിർത്തുന്നത്. അപ്പോൾ മരണപ്പെട്ട മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മക്കൾ മരണപ്പെട്ടിരിക്കെ മാതാപിതാക്കളുടെ ടെൻഷൻ, മാനസികമായി അതിൻ്റെ വേരിയേഷൻസ് കൂടി ഒരു വർഷം പിന്നിടുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു മാസം പിന്നിടുമ്പോഴേക്ക് ശിഷ്യ സഹോദര സമുദായത്തിൽപ്പെട്ട ചില റിപ്പോർട്ടുകളൊക്കെ ആ മാതാപിതാക്കൾ തന്നെ ആത്മാഹുതി ചെയ്യുകയാണ്. ഈ അടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു കടലിൽ ദാമ്പത്യ ജീവിതത്തിൽ അഥവാ ഭാര്യയും ഭർത്താവും മാതാപിതാക്കൾ അവരുടെ കൈ ബന്ധിക്കപ്പെട്ട രൂപത്തിൽ തീരത്ത് മൃതദേഹം വന്നടിഞ്ഞിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് കാറുമുണ്ട്. ആ കാറിൽ നിന്നൊരു കുറിപ്പ് കിട്ടി. അപ്പം മകൻ മരണപ്പെട്ടതിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഒരേ ഒരു മകനാണ്. അവരുടെ ശേഷിക്കുന്ന സമ്പത്തും കാര്യങ്ങളുമൊക്കെ ഒരു ചാരിറ്റിക്ക് അവർ എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ അതേ അവസരത്തിൽ വിശ്വാസി സമൂഹത്തിൽ നമ്മിൽ മുസ്ലിമീങ്ങളിൽ അങ്ങനെ മക്കൾ മരിച്ചാലും ഉടപ്പിറപ്പുകൾ, വേണ്ടപ്പെട്ടവരുടെ വേർപാടിൽ അങ്ങേയറ്റം സങ്കടവും പ്രയാസവും ഒക്കെ നമുക്കുണ്ടാകും. ദുഃഖമുണ്ടാകും, കണ്ണീർ നമ്മൾ ഒലിപ്പിക്കും, അതല്ലെങ്കിൽ നെഞ്ചകം തകരുന്ന രൂപത്തിലുള്ള വലിയ ടെൻഷനുകൾ ഉണ്ടാവും. എന്നിരുന്നാലും ജീവിതം തന്നെ ഹോമിക്കുന്ന വലിയ നിരാശയിലേക്ക്, ഇനി ഒന്നുമില്ല എന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ആ രൂപത്തിലാണ് അങ്ങനെ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ഇനി എന്ത് എന്നതിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ളത്. ഗർഭാശയത്തിലായിരിക്കെ കുഞ്ഞു മരിക്കും, അതല്ലെങ്കിൽ പ്രസവിക്കപ്പെട്ട ഉടനെ മരിക്കും, അതല്ലെങ്കിൽ നിശ്ചിത പ്രായം എത്തുമ്പോഴേക്ക് വലിയ അസുഖം, മസ്കുലാർ അസ്ട്രോഫി, അതേപോലെ തന്നെ ലുക്കീമിയ, മജ്ജ മാറ്റിവെക്കൽ, ഇങ്ങനെ പല അസുഖങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കും, പക്ഷേ തിരിച്ചു വരവില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരിച്ചു വിളിക്കുന്ന അവസ്ഥയുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ മരണപ്പെട്ടില്ലേ? പ്രവാചകന്റെ ആൺകുട്ടി മരണപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖിച്ചിരുന്നു. യാ ഇബ്ന ഔഫ് ഇന്നഹാ റഹ്മ, പ്രവാചകൻ കണ്ണീര് കുടിച്ചു. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പ്രവാചകരെ ഇത്? ഇന്നൽ ഐന തദ്മു, കണ്ണുനീർ പൊഴിക്കും, വൽ ഖൽബു യഹ്സുൻ, ഹൃദയം ദുഃഖിക്കും, വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുന, അല്ലാഹുവിനെ തൃപ്തിപ്പെടാത്ത ഒന്നും നമ്മൾ പറയുകയില്ല. വഇന്ന ബിഫിറാഖിക യാ ഇബ്രാഹിം, പ്രവാചകന്റെ മകനാണ് ഇബ്രാഹിം. വഇന്ന ബിഫിറാഖിക യാ ഇബ്രാഹിം, ഇബ്രാഹിമേ നിന്റെ വേർപാടിൽ ലമഹ്സൂനൂൻ, ഞങ്ങൾ സങ്കടപ്പെടുന്നവരാണ് കേട്ടോ, ഞങ്ങൾ ദുഃഖിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. പ്രവാചകന്റെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ, സൈനബിന്റെ മകൾ പ്രവാചകന്റെ പേരക്കുട്ടി മരണത്തെ മുഖാമുഖം കാണുകയാണ്. വാർത്ത സൈനബ് പ്രത്യയച്ചുകൊണ്ട് പ്രവാചകനെ അറിയിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ മരണത്തോടടുത്ത് നിൽക്കുന്ന ആ കുഞ്ഞിനെ നോക്കി പ്രവാചകൻ കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ട്. പക്ഷേ മകൾക്കും കൂടെയുള്ളവർക്കും ഒക്കെ സമാശ്വാസം നൽകിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന ലില്ലാഹി മാ അഖദ വമാ അഅത, ഇന്ന ലില്ലാഹി പടച്ച റബ്ബിനുള്ളതാണ്, മാ അഖദ അവൻ എന്താണോ നൽകിയിട്ട് അവൻ എടുക്കും, അവൻ നൽകിയത് അവൻ എടുക്കും, വകുല്ലു ശൈഇൻ ഇൻദഹു മുസമ്മൻ, എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. നമ്മൾ അകാല മരണം എന്ന് പറയും, അങ്ങനൊന്നുമില്ല. ആത്മീയതയിൽ അങ്ങനൊന്നുമില്ല, നമ്മൾ പറയാനും പാടില്ല. കാലത്തിൽ മരിച്ചു എന്നത് അങ്ങനല്ല, ആ ടൈമിലാണ് മരിച്ചിട്ടുള്ളത്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ മരിച്ചു വിരിയാണ്, ഏത് പ്രായത്തിലായിരുന്നാലും. പക്ഷേ പ്രായപൂർത്തി ഗർഭാശയത്തിൽ 4-ാം മാസം പിന്നിട്ട് റൂഹ് എത്തിച്ചേർന്ന് പിന്നീട് പ്രായപൂർത്തിയാകുന്നതിനിടക്ക് നമ്മുടെ മകനോ മകളോ മരിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ക്ഷമ അവലംബിച്ചാൽ, സഹനം അവലംബിച്ചു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് ലഭിക്കുന്ന ആത്മീയ നേട്ടമുണ്ട്. അനശ്വര ജീവിതത്തിൽ, അലംഘനീയമായ ജീവിതത്തിൽ, അവസാനിക്കാത്ത പരലോക ജീവിതത്തിൽ വിശ്വാസമുള്ളവരാണ് എന്ന നിലക്ക് നമുക്ക് സഹനം അവലംബിക്കാൻ കഴിയും. അതിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും ആ പ്രതീക്ഷ ഇല്ല. നോക്കൂ, അബുദാബിയിൽ ആക്സിഡന്റ് സംഭവിച്ചു മരിച്ചു. അവിടെ ആ ന്യൂസൊക്കെ വായിക്കുമ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന പിതാവ് ആ മക്കളുടെ മയ്യത്ത് ആംബുലൻസിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ആ പിതാവ് ആ മക്കളുടെ മയ്യത്തിനെ നോക്കുന്നുണ്ട്. ഉമ്മയും അതേ കൊച്ചനുജത്തിയും ഹോസ്പിറ്റലിലാണ്. അവരെ കാണിച്ചുകൊണ്ടാണ് ഖബർസ്ഥാനിലേക്ക് ആ 4 മയ്യത്തും കൊണ്ടുവരുന്നത്. മുഖത്ത് വല്ലാത്ത സങ്കടമുണ്ടെങ്കിലും പിടിച്ചു നിൽക്കുന്ന അബ്ദുൽ ലത്തീഫിനെയാണ് വീൽ ചെയർ കാഴ്ചയിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. മക്കളുടെ ശേഷക്രിയകൾ നടത്തുന്ന സമയത്തും മനസ്സിന് വല്ലാത്ത അടക്കമുണ്ടായി.
എന്തുകൊണ്ടാണ് ആ അടക്കം അടക്കിപ്പിടിക്കുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് 4 തക്ബീറുകളുള്ള മയ്യത്ത് നമസ്കാരത്തിലെ 1ാമത്തെ തക്ബീറിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക പരിപാലകനായ അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് പറയണ്ടേ? ഇത് നോർമലായി ളുഹറിലും അസ്റിലും ജുമഅയിലും പെരുന്നാളിലും റവാത്തിബ് നമസ്കാരത്തിലും അതല്ലാത്ത സമയത്തും ഒക്കെയുള്ള നമസ്കാരങ്ങളിൽ മാത്രമല്ലല്ലോ നിർബന്ധമായി സൂറത്തുൽ ഫാത്തിഹ ഇമാമെന്നോ മഅ്മൂമെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ പാരായണം ചെയ്യേണ്ടത്. മയ്യത്ത് നമസ്കാരത്തിൽ ഇമാമാകട്ടെ മഅ്മൂമാകട്ടെ എല്ലാവരും പാരായണം ചെയ്യുകയാണ്. വളരെ വേണ്ടപ്പെട്ടവർ വിട്ടുപിരിഞ്ഞ സമയം, ആ സമയത്ത് പോലും 2ാമത്തെ ആയത്തെത്തുന്ന സമയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക പരിപാലകനായ അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് പറയാൻ, അള്ളാഹ്ക്ക് സ്തുതി അർപ്പിക്കുക. എന്താ അതിന്റെ കാരണം? സങ്കടത്തിലും സന്തോഷത്തിലുമൊക്കെ പടച്ച റബ്ബിന്റെ വിധിയിൽ തൃപ്തിപ്പെടാൻ സാധിക്കുന്ന ആത്മീയത, ആ സഹനം, ആ ഒരു ക്ഷമ. അതുകൊണ്ട് ഖൈറും ശർറും എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവെ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ അതിന്റെ പൊരുൾ പഠിപ്പിച്ചു തന്നു. ഒരാൾക്ക് മകൻ ഒരു കുഞ്ഞാകട്ടെ, അതല്ലെങ്കിൽ 2 ആകട്ടെ, അതല്ലെങ്കിൽ 3 ആകട്ടെ, അവരുടെ പ്രതീക്ഷയാണത്. എന്നാൽ അവ വേർപെട്ടു പോവുകയാണ്, മരിച്ചു പിരിയുകയാണ്. ആ മരിച്ചു പിരിയുന്ന സമയത്ത് ക്ഷമ അവലംബിക്കുകയാണ്. അന്ന റജുലൻ കാന യഅതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു ഇബ്നുൻ ലഹു ഫഖാല ലഹു നബി അതുഹിബ്ബുഹു. പ്രവാചകന്റെ സവിധത്തിലേക്ക് ഒരു മനുഷ്യൻ സഹാബി വരികയാണ്, കൂടെ കുഞ്ഞുണ്ട്. ആ കുട്ടിയെ നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന്. ഫഖാല യാ റസൂലല്ലാഹ്, അത്രത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. പിന്നീട് ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ട് എന്ന വിവരം പ്രവാചകന് കിട്ടുകയാണ്. ഫഖാലു യാ റസൂലല്ലാഹ് മാത, ആ അന്ന് കണ്ട കുഞ്ഞുണ്ടല്ലോ, ആ കുട്ടി മരിച്ചു പിരിഞ്ഞിട്ടുണ്ട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബീഹി അമാ തുഹിബ്ബു അൻ തഅതിയ ബാബ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജദതഹു അലൈഹി അൻതദിറുക. നീ ക്ഷമിക്കണം, കാരണം പരലോകത്തേക്ക് എത്തി, അള്ളാഹുവിന്റെ സവിധത്തിലേക്കാണ്, സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അൻ തഅതിയ ബാബ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു കവാടത്തിൽ വെച്ച് നിന്റെ കുഞ്ഞിനെ നിനക്ക് കണ്ടുമുട്ടാവുന്നതാണ്. ഇല്ലാ വജദതഹു അലൈഹി അൻതദിറുക, നിന്നെ കാത്തിരിക്കുന്ന, നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുഞ്ഞിനെ നിനക്ക് പരലോകത്ത് വെച്ച് മരിച്ചു പിരിഞ്ഞ അവസ്ഥയിൽ ഇവിടെ നിന്ന് നീ ജീവിച്ചിരിക്കെ നിന്റെ കുഞ്ഞ് മരിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി പരലോകത്ത് വെച്ച് നിന്റെ കുഞ്ഞ് നിനക്ക് വേണ്ടി സ്വർഗവാതിൽ കാത്തിരിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ക്ഷമിക്കുക, സഹനം അവലംബിക്കുക. عن أبي حسان الأعرج قلت لأبي هريرة إنه قد مات لي ابنان. 2 മക്കൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അബുൽ ഹസ്സാൻ എന്ന് പറയുന്ന താബിഈ ചോദിക്കുകയാണ്. താബിഈ എന്ന് പറഞ്ഞാൽ സഹാബികളല്ല, പ്രവാചകരെ കാണാത്തവരാണ്. പ്രവാചകരെ കണ്ടവരും പ്രവാചകന്റെ കൂടെ സഹവസിച്ചവരുമാണ് സഹാബികൾ. സഹാബികളെ കണ്ടവരാണ് താബിഈകൾ. താബിഈകളിൽപ്പെട്ട അബുൽ ഹസ്സാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇന്നഹു ഖദ് മാതലി ഇബ്നാനി. അബൂ ഹുറൈറ, എന്റെ 2 മക്കൾ മരിച്ചു പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫമാ അൻത മുഹദ്ദിസി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹദീസിൻ തുതയ്യിബു ബിഹി അൻഫുസനാ അൻ മൗതാനാ. മരിച്ചു പിരിഞ്ഞ എൻ്റെ മക്കളുടെ വിഷയത്തിൽ എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ തീർക്കാൻ പാകത്തിൽ വല്ല സമാശ്വാസത്തിന്റെ വല്ലതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ, അറിയിച്ചിട്ടുണ്ടോ അബൂ ഹുറൈറ എന്ന് അബൂ ഹസ്സാൻ ചോദിക്കുന്ന സമയത്ത് ഖാല നഅം, അതെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. സിഗാറുഹും ദആമീസുൽ ജന്ന. സിഗാറുഹും, നിങ്ങളിലെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ദആമീസുൽ ജന്ന, അവർ വളരെ നേരത്തെ മരിച്ചു പിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്വർഗലോകത്തെ പൂമ്പാറ്റകളാണ് അവര്, സ്വർഗലോകത്തെ പ്രാണികളാണ് അവര്. എവിടേക്കും സ്വർഗത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന പാകത്തിലാണ് അവർ മരിച്ചു പിരിഞ്ഞിട്ടുള്ളത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹസ്സാനിനെ അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ മരിച്ചു പിരിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ദആമീസുൽ ജന്ന, സ്വർഗലോകത്തെ ശലഭങ്ങളായി തീരുകയാണ്. മാത്രവുമല്ല യതലഖ അഹദുഹും അബാഹു, അങ്ങനെ ആ കുഞ്ഞുങ്ങൾ വിചാരണയുടെ നാളിൽ, അന്ത്യനാളിൽ വെച്ച് മാതാപിതാക്കളെ കണ്ടുമുട്ടും. ഔ ഖാല അബവൈഹി, പിതാവിനെ മാതാവിനെ, അതല്ലെങ്കിൽ അവർ ഒരുമിച്ച് കണ്ടുമുട്ടും. ഫയഖുദു ബിസൗബിഹി, അവരുടെ വസ്ത്രത്തിൽ പിടിക്കും. ഔ ഖാല ബിയദി, അല്ലെങ്കിൽ കയ്യിൽ പിടിക്കും. കമാ ആഖുദു അന ബിസിൻഫിഹി സൗബിക ഹാദാ. അബൂ ഹുറൈറ പറയാണ്, ഞാൻ നിന്റെ ഈ വസ്ത്രത്തിൽ പിടിക്കുന്നത് പോലെ അബൂ ഹസ്സാൻ അവരെ അവിടെ വെച്ചുകൊണ്ട് മാതാപിതാക്കളുടെ വസ്ത്രത്തിലും കയ്യിലും പിടിക്കുകയാണ്. ഫലാ യതനാഹി ഔ ഖാല ഫലാ യൻതഹി ഹത്താ യുദ്ഖിലഹു അല്ലാഹു വഅബാഹുൽ ജന്ന. എന്നിട്ട് അവർ വാശി പിടിക്കും, അവർ ന്യായം നടത്തും. പടച്ച റബ്ബേ, ഞങ്ങളെ സ്വർഗത്തിലാക്കിയതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങൾ കടക്കുന്ന ഈ സ്വർഗത്തിൽ നീ പ്രവേശിപ്പിക്കണമേ എന്ന്
അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവർ അങ്ങനെ വാശി പിടിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും മാതാപിതാക്കളെയും സ്വർഗത്തിൽ കടത്തുന്നതാണ് എന്ന്. അതാണ് ഇവിടെ നശ്വരാണ്. ഇത് നൈമിഷികാണ്. എന്തു സംഭവിക്കും? അനശ്വരമായ ലോകത്ത് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടാൻ പാകത്തിലുള്ള കർമ്മങ്ങൾ, ഹിദായത്ത് ഉറപ്പുവരുത്തി ലോകത്തോട് വിട പറയാൻ കഴിഞ്ഞാൽ ഒരു പൂർത്തീകരണമുണ്ട് എന്നാണ്. അപ്പൊ നിരാശപ്പെടൂല, സങ്കടപ്പെടൂല. ഒരു യുക്തിവാദിയായ, നിരീശ്വരവാദിയായ, പരലോക നിഷേധിയായ ഒരു മനുഷ്യൻ മലയാളക്കരയിൽ, അദ്ദേഹം വിശ്വാസിയായ തൻ്റെ സുഹൃത്തിന്റെ മകൻ മരണപ്പെട്ടു. ആ വീട്ടിൽ സന്ദർശനം നടത്തുകയാണ്. അദ്ദേഹത്തോടൊരു ഇന്റർവ്യൂവിൽ, അഭിമുഖത്തിൽ ചോദിച്ചതാണ്, നിങ്ങൾ പരലോകത്ത് നിഷേധിച്ചതുകൊണ്ട്, മതനിഷേധിയായതുകൊണ്ട്, ദൈവനിഷേധിയായതുകൊണ്ട് ജീവിതത്തിന്റെ ഏതെങ്കിലും സന്ദർഭത്തിൽ പ്രയാസം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന്. ആ സമയത്ത് അതേ ഈ അനുഭവം പറയാ. എൻ്റെ സുഹൃത്തിന്റെ മകൻ ആക്സിഡന്റ് സംഭവിച്ചു, ആ വീട് ഞാൻ സന്ദർശിച്ചു, ആ പിതാവിനെ ഞാൻ കണ്ടു, എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. പലതും പറഞ്ഞ് ആശ്വാസം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം, സഹിക്കണം, അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് പറയുന്നവരുണ്ട്. സ്വർഗത്തിൽ വെച്ച് മകനെ കണ്ടുമുട്ടാമെന്ന് പറയുന്നവരുണ്ട്. ദൈവനിഷേധിയായ, മതനിഷേധിയായ, പരലോക നിഷേധിയായ, സ്വർഗ നരകങ്ങളിൽ വിശ്വാസമില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞ് ആ പ്രയാസപ്പെടുന്ന പിതാവിനെ ആശ്വസിപ്പിക്കുമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമായി പോയി. ദൈവനിഷേധവും പരലോക നിഷേധവും കൊണ്ട് ആ സമയത്ത് ഞാൻ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പങ്കുവച്ച ഒരു ഇന്റർവ്യൂ ഓർമ്മ വരികയാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മനോരോഗിയാകൂല, മനോവിഭ്രാന്തി ഉണ്ടാകൂല, അട്ടഹാസം ഉണ്ടാകൂല, നിരാശപ്പെട്ടുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം എന്ത് എന്ന നിലക്ക് ഒന്നുമില്ലായ്മയായി തീരുകയില്ല. പടച്ച റബ്ബിന്റെ വിധിയാണ്. ആമുഖമായി ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 157-ാമത്തെ ആയത്ത്, അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തുകളും ബാധിച്ചു കഴിഞ്ഞാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹ്, തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്. ഞങ്ങളാകട്ടെ, മക്കളാകട്ടെ, കുടുംബമാകട്ടെ, ആരാകട്ടെ, ലില്ലാ, അള്ളാഹുവിനുള്ളവരാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് ഞങ്ങൾ മടങ്ങേണ്ടവരുമാണ്. ഞങ്ങൾക്ക് മുമ്പേ മക്കൾ മടങ്ങി എന്ന് മാത്രം. ഞങ്ങളും ഏത് സമയത്ത് മടങ്ങാം. ഭാര്യ മടങ്ങാം, ഭർത്താവ് മടങ്ങാം. ആരെക്കുറിച്ചാണ് ഗ്യാരണ്ടി ഉള്ളത്? ഉറപ്പ് പറയാൻ സാധിക്കുക? ഒമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, ഒരാൾക്ക് എവിടെ വെച്ചാൽ മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. എന്നാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഒന്ന് പറയാൻ കഴിയും, മരിക്കുമെന്ന് പറയാൻ കഴിയും. വഇന്നാ ഇലൈഹി റാജിഊൻ, ആ ഓർമ്മ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്നവരാണ് വിശ്വാസികൾ. ആ റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണ്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അതുകൊണ്ട് തന്നെ ആ വിശ്വാസികൾക്ക് അല്ലാഹുവിൽ നിന്ന് അനുഗ്രഹങ്ങളുണ്ട്, കാരുണ്യമുണ്ട്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, തീർച്ചയായിട്ടും അവരാകുന്ന സന്മാർഗം പ്രാപിച്ചവർ എന്നാണ്. ആ സന്മാർഗം പ്രാപിച്ചവരിൽ ഉൾപ്പെടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷണ സന്ദർഭങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കുകൾ അള്ളാഹുമായി നടത്തുന്ന ഒരു സംഭാഷണവും ഈ വിഷയത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അൻ അബീ മൂസൽ അശ്അരി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ മാത വലദുൽ അബ്ദി, ഒരു അടിമയുടെ കുട്ടി അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഖാല അല്ലാഹു ലി മലായിക, മലക്കുകളോട് അള്ളാഹു ചോദിക്കും, ഖബലത്തും വലദ അബ്ദി, എൻ്റെ അടിമയുടെ മകനെ നിങ്ങൾ പിടിച്ചുവോ, ആ റൂഹിനെ നിങ്ങൾ പിടിച്ചുവോ? ഫയഖൂലൂന, അപ്പോൾ മലക്കൾ പറയും, നഅം, അതെ, ഞങ്ങൾ മരണത്തെ, പിന്നെ ആ റൂഹിനെ പിടിച്ചു, ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ട് എന്ന്. ഖബലത്തും സമറത ഫുആദി, എൻ്റെ അടിമയുടെ കരളിന്റെ കഷ്ണത്തെയാണോ നിങ്ങൾ പിടിച്ചെടുത്തത്? ഫയഖൂലൂന, അപ്പോൾ മലക്കൾ പറയും, നഅം, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്ന്. ഫയഖൂൽ, അപ്പൊ അല്ലാഹ് പറയും, മാദാ ഖാല അബ്ദി, ആ സമയത്ത് എൻ്റെ അടിമയുടെ പ്രതികരണം എന്തായിരുന്നു? ഫയഖൂലൂൻ, അപ്പൊ മലക്കുകൾ പറയാൻ, ഹമിദക, അവർ നിന്നെ സ്തുതിച്ചിട്ടുണ്ട്. വസ്തർജഅ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ ചൊല്ലിയിട്ടുണ്ട്. ഫയഖൂലുല്ലാഹ്, അപ്പോൾ അല്ലാഹു പറയും, ഇബ്നൗ ലി അബ്ദി ബൈതം ഫിൽ ജന്ന, എൻ്റെ ആ അടിമക്ക് സ്വർഗത്തിൽ നിങ്ങൾ ഒരു വീട് പണിയണം. വസമ്മൂഹു, എന്നിട്ട് ആ ഭവനത്തിന് നിങ്ങൾ പേര് കൊടുക്കണം. ബൈത്തൽ ഹംദ്, സ്തുതിയുടെ വീട് എന്ന് നിങ്ങൾ പേര് കൊടുക്കണം, നാമകരണം ചെയ്യണം. ഇത് മലക്കുകൾക്ക് അള്ളാഹു നിർദ്ദേശം കൊടുക്കുകയാണ്. ഇങ്ങനെ പരീക്ഷണ സമയത്ത് പതറാത്ത വിധത്തിലുള്ള ആത്മീയമായ ബോധനം ഉൾക്കൊള്ളുകയും സഹനം അവലംബിക്കുകയും ഇഹ്തിസാബ് പ്രതിഫലേച്ഛയും സ്വബർ സഹനം കൊണ്ടും പരീക്ഷണത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുക. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരീക്ഷണം വന്നു ഭവിച്ചവർക്ക് ഈ ഹദീസിന്റെ അറിവനുസരിച്ച് നീങ്ങാനുള്ള സൗഭാഗ്യവും തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ വഅസ്അദനാ ബിഹിദായത്തിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി
വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് സമാധാനത്തോടെ സംതൃപ്തിയോടെ സൽക്കർമ്മനിരതമായി സമാധാനത്തിൻ്റെ സ്വർഗഗേഹത്തിലുള്ള പ്രവേശനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റജബ് മാസത്തിലെ അവസാന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. റജബ് കഴിഞ്ഞാൽ ഷഅബാൻ, പിന്നെ റമളാനാണ്. പക്ഷേ റജബിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കർമ്മങ്ങൾ, പ്രത്യേക വല്ല നോമ്പോ അതല്ലെങ്കിൽ നമസ്കാരമോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിമ്പറിൽ പലപ്പോഴും പല മാസങ്ങളിലും വിശ്വാസികൾ നമ്മൾ നിർവഹിക്കേണ്ട അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിടത്തൊക്കെ നമ്മൾ ഒരു ഓർമ്മപ്പെടുത്താറുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മാസത്തിൽ എന്തെങ്കിലും നിർവഹിക്കാനുണ്ട് എങ്കിൽ അത് പ്രവാചകൻ അറിയിച്ചതുപോലെ നമ്മൾ അറിയിക്കും. അതാണ് പ്രവാചകചര്യ, മനസ്സിലാക്കൽ, അതനുസരിച്ച് നിർവഹണം നടത്തൽ. എന്നാൽ റജബ് മാസത്തിൽ പ്രത്യേകിച്ചൊരു ദിക്റ്, നമസ്കാരം, നോമ്പ് ഇങ്ങനെയുള്ളതൊന്നുമില്ല. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ പലതും ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ടാണ് പൗരോഹിത്യം പല ഇടപെടലുകൾ നടത്തുക, ചൂഷണം ചെയ്യൽ. അപ്പോൾ അതിലുണ്ട് ദാരിദ്ര്യം വരാതിരിക്കാൻ. ഈ അടുത്തൊരു വീഡിയോ ഉണ്ടത്, ദാരിദ്ര്യം വരാതിരിക്കാൻ, സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ. അപ്പോൾ തന്നെ നമ്മൾ അയ്മലാണ് കാണാം. അതാണ് മനുഷ്യന്റെ ആകെ ആവശ്യം എന്ന് പറഞ്ഞ പോലെ ഖുർആൻ പറഞ്ഞ ഖിയാമ്, മനുഷ്യന്റെ നിലനിൽപ്പാണ് സമ്പത്ത്. അപ്പോൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആത്മീയമായ വല്ല വഴിയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊരു എളുപ്പ വഴിയായി ഉപയോഗപ്പെടുത്താമല്ലോ എന്ന് സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് വിലയിരുത്തുന്നത് നന്നാകും. സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് ചെയ്യാൻ തന്നെ നമുക്ക് ഈ ജീവിതത്തിൽ സമയം ഉണ്ടാകൂല. അപ്പൊ ഇനി ഇല്ലാത്തതും കൂടി ചെയ്തിട്ട് എവിടേക്കാണ് എന്ന് ആലോചിച്ചാൽ അവസാനം വിഡ്ഢിത്തത്തിൽ ചെന്നപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതിൽ ഒരാൾ ഇങ്ങനെ പറയാണ്, അങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുന്നത്, നിങ്ങൾ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമാ ഇമാമ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹ് 35 തവണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് അധികരിക്കും, ദാരിദ്ര്യം ഉണ്ടാകൂല, സമ്പത്ത് നഷ്ടപ്പെടുകയുമില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ പറയാനും എളുപ്പമാണ്, അതുവഴി ലഭിക്കുന്ന ഓഫർ വലുതാണ്. ആരും പറഞ്ഞു പോകും. പക്ഷെ ഇതാരാ പഠിപ്പിച്ചത്, എവിടെയാ പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചില്ല, പറഞ്ഞാൽ പഠിപ്പിച്ചതാണ്. മനസ്സിലായില്ല നിങ്ങൾ? റജബില് അവസാനത്തെ വെള്ളിയാഴ്ച ഖുത്ബ നടത്തുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അൻസിത്ത്, മിണ്ടാതിരിക്കണം എന്നാണ്. ഖുത്ബ നടത്തുന്ന സമയത്ത് കേൾക്കുന്ന ആളുകൾ വളരെ സാഹൂതം, സശ്രദ്ധം, നിശബ്ദം അല്ലേ കേൾക്കണം. പ്രവാചകന്റെ ഹദീസ് അനുസരിച്ച് എന്തെങ്കിലും വല്ല പായയിലോ, പ്രവാചകന്റെ കാലത്ത് കല്ലും, കാരണം ഈത്തപ്പന ഓല കൊണ്ടുള്ള പള്ളിയും മണൽത്തരിയൊക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഹദീസിലുള്ള പദം. നിങ്ങൾ ആ മണലിൽ നിന്ന് വല്ല കല്ലെടുത്ത് ഇങ്ങനെ ഉരുട്ടി കഴിച്ചാൽ ജുമാ ബാത്തിലായി. അല്ലേ? കല്ലെടുത്ത് നമ്മളിവിടെ കാർപ്പറ്റ് ആണെങ്കിൽ അതിന്റെ നൂലുമ കളിക്കാൻ നിന്നാൽ, മൊബൈലുമ കളിക്കാൻ നിന്നാൽ, അതേപോലെ തന്നെ പള്ളിയിലേക്ക് കയറി വരുന്നവരുമായി സംഭാഷണം നടത്താൻ നിന്നാൽ, ഒരാൾ എന്തെങ്കിലും ഡിസോർഡറായി നിർവഹിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന നമ്മൾ മനസ്സിലൊന്ന് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു, ജുമായെ ബാധിക്കാ. പറഞ്ഞോൻക്ക് അത്രയധികം ശ്രദ്ധയോടെ നിൽക്കേണ്ടതാ. പിന്നെ ആ സമയത്താണ് ഇല്ലാത്ത ദിക്റും ചൊല്ലിയിട്ട് അവിടെ ഖുത്ബ ശ്രവിച്ചിരിക്കുക എന്നതാണ് ജുമായുടെ സമയത്ത്, ഖുത്ബയുടെ സമയത്ത് നിർവഹിക്കാനുള്ളത്. അപ്പൊ പറയുന്നത് റജബിൽ അവസാനത്തെ വെള്ളിയാഴ്ചയോ അതല്ലാത്ത സമയത്തോ ഈ വക പരിപാടികളൊന്നുമില്ല. എന്നാ ദിക്റ് ചൊല്ല, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, ഏത് സമയത്തും ഏത് മാസത്തിലും ചൊല്ല. അത് അതേപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ദിക്റാൻ കൻസു മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധിയാണ്. ഏത് സമയത്ത് എവിടെ വെച്ചും ചൊല്ലാവുന്നതാണ്. പഠിപ്പിക്കപ്പെട്ട ദിക്റനുണ്ട്. എനി ടൈം എനിവേർ നമുക്ക് അത് നിർവഹിച്ച് ആ ദിക്റിന് പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ച പ്രതിഫലം ആഗ്രഹിക്കാവുന്നതുമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എന്താണ്? ഹബീബത്താൻ ഇല്ല റഹ്മാൻ, പടച്ച റബ്ബിന് പരമകാരുണികന് പ്രിയങ്കരമായ ദിക്ർ. സഖീലത്താൻ ഫിൽ മീസാൻ, നാളെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന ദിക്ർ. അതേപോലെ തന്നെ ഖഫീഫത്താൻ ലിൽ ലിസാൻ, പറയുന്ന നാവിന് ലഘുവായ ദിക്ർ. ഇതൊക്കെ ചൊല്ല. പഠിപ്പിക്കപ്പെട്ട ദിക്ർ മാസദിവസ വ്യത്യാസമന്യേ നിർവഹിക്കാവുന്നതാണ്. എന്നാൽ പ്രത്യേക സമയത്ത് പ്രത്യേക മാസത്തിൽ ഇന്ന ദിക്ർ ചൊല്ലണം, അത് പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ചത് അതാത് സമയങ്ങളിലൊക്കെ നിർവഹിക്കാവുന്നതാണ് എന്ന് മാത്രം. അതേപോലെ തന്നെ സ്വലാത്ത്, വെള്ളിയാഴ്ച സ്വലാത്ത് അധികരിപ്പിക്കാൻ പ്രവാചകൻ പറഞ്ഞു. സ്വലാത്ത് വെള്ളിയാഴ്ച ഏത് സമയത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ്. മൻ സല്ല അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു ബിഹാ അലൈഹി അസ്റ, ഒരാൾ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 ഗുണം ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ സ്വലാത്ത് ഇസ്ലാമിലുണ്ട്. പ്രവാചകന് വേണ്ടി പ്രവാചകന്റെ പേരിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സ്വലാത്ത് നമ്മൾ ചൊല്ലണം, അതിലൊരു സംശയവുമില്ല. പക്ഷെ ഇല്ലാത്ത സ്വലാത്ത് അസ്ഥാനത്ത് ചൊല്ലുന്നതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കരുതേണ്ടത് എന്നാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ മാസം റജബ് മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അത് പല റിപ്പോർട്ടുകളുണ്ട്. അതിൽ
പല മാസങ്ങളിൽ ദിവസങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. എന്നിരുന്നാൽ ഇനിയിപ്പോൾ റജബിൽ തന്നെയാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് എങ്കിൽ അതിൽ പ്രത്യേകം എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അപ്പോൾ വാട്സപ്പ് പോസ്റ്ററുകൾ വരിക, അതേപോലെ തന്നെ ചുമരുകളിൽ ബാനറുകൾ, പോസ്റ്ററുകൾ, മിഅ്റാജ് നേർച്ച. എന്ത് നേർച്ചയാണ്? മിഅ്റാജിന് എന്ത് നേർച്ചയാണ്? പോയി വന്ന പ്രവാചകനും കൂടെ ഉണ്ടായിരുന്ന സഹാബിന്റെ പിന്നീട് കൂടെ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ പങ്കുവെച്ചത് കേട്ട സഹാബികൾ ആരും മിഅ്റാജിനും റജബിലൊന്നും നേർച്ച നേർന്നിട്ടില്ല, മനസ്സിലായില്ല, നേർച്ച കഴിച്ചിട്ടില്ല. അതൊരു വലിയ സംഭവമാണ്, അമാനുഷിക സംഭവമാണ്, പ്രവാചകൻ ഒരു ദൃഷ്ടാന്തമാണ്. ആ സമയത്ത് പ്രവാചകൻ അങ്ങേയറ്റം സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് പ്രബോധന രംഗത്ത് പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. പ്രവാചകന്റെ പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുകയാണ്, അബൂ ത്വാലിബ് മരണപ്പെടുകയാണ്. അതേപോലെ തന്നെ പ്രവാചകൻ ശുഐബ് അബീ ത്വാലിബ് തൗഹീദുമായി ഇറങ്ങിത്തിരിച്ചപ്പോ ആ കുന്നിലേക്ക് ബഹിഷ്കരണം, ഭക്ഷണത്തിനടക്കം ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ശുഐബ് അബീ ത്വാലിബ് കുന്നിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുകയാണ്. പിന്നെ ഒറ്റപ്പെട്ട സമയത്ത് ഉമ്മാന്റെ നാട്ടുകാർ സഹായിക്കുമെന്ന് വിചാരിച്ച് ത്വായിഫിലേക്ക് യാത്ര പോയപ്പോ അവിടുന്ന് പ്രവാചകനെ എറിഞ്ഞോടിക്കപ്പെടുകയാണ്. ഇങ്ങനെ വല്ലാത്ത സന്നിഗ്ധ ഘട്ടത്തിലൂടെ പരീക്ഷണ പരമ്പരകളിലൂടെ പ്രബോധന വീതിയിൽ പ്രവാചകൻ മുന്നോട്ട് പോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യൽ ഓഫർ നൽകുകയാണ് തന്റെ പ്രവാചകരെ, ഈ ഭൂമി ലോകത്ത് ആരൊക്കെ താങ്കളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാലും ആകാശ ലോകത്ത് അത്ഭുതങ്ങളിലൂടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് താങ്കളുടെ മനസ്സിന് കൺകുളിർക്കെ സ്ഥൈര്യം നൽകുമെന്ന വലിയ സന്ദേശമാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ടാകുന്നതാണ്. 17-ാം അധ്യായ സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്തിൽ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല, ഒരു മാസത്തെ വഴിദൂരമുള്ള മക്കയിൽ നിന്ന് അങ്ങേ അറ്റത്തെ പള്ളി മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരൊറ്റ രാവിൽ മക്കയിൽ നിന്ന് അള്ളാഹു പ്രവാചകനെ കൊണ്ടുപോയി. അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറമുള്ള സിദ്റത്തുൽ മുൻതഹിയിലേക്ക് ജിബ്രീലിന്റെ കൂടെ പോയി. അവിടെ നിന്ന് ജിബ്രീൽ അടക്കം അവിടെ നിന്ന് പിന്നീട് പ്രവാചകനും അള്ളാഹുവും തമ്മിലുള്ള സംഭാഷണമാകുന്ന ആകാശാരോഹണം നടത്തി. അതേ രാവിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് മക്കയിലേക്ക് എത്തുകയാണ്. അത് ശരീരവും ആത്മാവും ഒരുമിച്ചുള്ള യാത്രയായിരുന്നു, സ്വപ്നയാത്രയല്ല. സ്വപ്നയാത്രയാകുമ്പോൾ അത് അമാനുഷികത ആകൂല. എന്നാൽ ശരീരവും അതേപോലെ തന്നെ മനസ്സും ആത്മാവും ഒരുമിച്ച് ഈ രൂപത്തിലുള്ള അത്ഭുതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കാളിയായി എന്നാണ്. അപ്പൊ അതെന്തിനു വേണ്ടിയാ? നമുക്ക് മിഅ്റാജ് നേർച്ച നടത്താൻ വേണ്ടിയിട്ട്. അതിന്റെ പാഠം ഉൾക്കൊള്ള പരീക്ഷണത്തിൽ പടച്ച റബ്ബ് പ്രവാചകന്റെ കൂടെ നിന്നു, അത്ഭുതം കാണിച്ചു കൊടുത്തു എന്ന ആ ചരിത്ര പാഠമാണ് ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹുവിൽ തവക്കുൽ ചെയ്തു തന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറവികൾ നൽകും. അത് പ്രവാചകനും നൽകിയിട്ടുണ്ട് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ പേരിലുള്ള അനാചാരത്തെ, അനിസ്ലാമികതയെ, ഇല്ലാത്തതിനെ, മതവിരുദ്ധമായ സംഗതികളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് മതം നമ്മൾ നിർവഹിക്കുക, അത് തന്നെ എമ്പാടും നിരന്തരമായി നമുക്ക് നിർവഹിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗ സ്ഥിരതയോടെ പ്രാമാണികമായി സൽക്കർമ്മ നിരതമായി കൊണ്ട് സ്വർഗവഴിക്ക് സഞ്ചാരം നടത്തുവാനുള്ള സൗഭാഗ്യവും സന്നദ്ധതയും സന്മനസ്സും മരിക്കുവോളം അള്ളാഹു നമുക്ക് അവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും നീ നിർണയിച്ചു വെച്ച പ്രതിഫലം നൽകി അതുവഴി ഞങ്ങളുടെ സ്വർഗപ്രവേശനം നീ എളുപ്പമാക്കി തരണമേ നാഥ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ, പോരായ്മകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരയണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഫൈസൽ സാഹിബിന്റെ മകള് പെട്ടെന്ന് മരണപ്പെട്ടു, 16 വയസ്സാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മർഹമത്ത് നൽകുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു സ്വർഗീയ അനുഭൂതിയുള്ളതാക്കി തീർക്കുമാറാകട്ടെ. ആ വേർപാടിൽ അങ്ങേയറ്റത്തെ വ്യസനം അനുഭവിക്കുന്ന ആ കുടുംബത്തിന്, ആ മാതാപിതാക്കൾക്ക് അള്ളാഹു സഹനം നൽകുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ മരിച്ചു പിരിഞ്ഞ പലരുമുണ്ട്, പല രൂപത്തിലുള്ള വേർപാടുകൾ. 1-ാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ മക്കൾ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കും, മക്കൾ മരണപ്പെട്ട നിരവധി മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ, അയൽപ്പക്കങ്ങളിൽ, വേണ്ടപ്പെട്ടവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം തൗഹീദും സബറും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട മക്കളോടൊത്ത് സ്വർഗീയ ജീവിതം നയിക്കാൻ പാകത്തിൽ അല്ലാഹു അവർക്കെല്ലാം ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സദുദ്യമങ്ങളെയും സദുദ്ദേശങ്ങളെയും സഫലമാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന എത്രയോ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട അല്ലാഹുവിലേക്ക് യാത്രയായ സ്വർഗീയ ആരാമത്തിൽ എത്തിച്ചേർന്ന ഫലസ്തീനിലെ ഗസയിലെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷിക്കുന്നവർക്ക് അതിജീവനം നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ, ഷഹാദത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. കൊല്ലപ്പെട്ടവർക്ക് ഒരു അരക്ഷിതമായ സാമൂഹിക സാഹചര്യങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. സാഹോദര്യത്തോടെ, സഹിഷ്ണുതയോടെ, സഹവർത്തനത്തോടെ
ബഹുമാനത്തോടെ സാമൂഹിക ജീവിതം നയിക്കാൻ പാകത്തിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കൂടെ ജീവിക്കുന്നവരെയും ഒക്കെ വിവേകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم اغفر موتانا اللهم ارحم موتانا اللهم اشف مرضانا اللهم اشف مرضانا اللهم اعنا على ذكرك وشكرك وحسن عبادتك اللهم انا نسألك النجاة والفوز في الدنيا والآخرة.